ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്വാഗതം. ഇന്നിവിടെ ഞാനൊരു തോരനാണ് ചെയ്യാൻ പോകുന്നത്. അതിനുവേണ്ടി ഞാൻ ആദ്യമായിട്ട് കുറച്ച് ചക്കക്കുരു, ഒരു 10-15 ചക്കക്കുരു എടുത്ത് വൃത്തിയാക്കി വേവിക്കാൻ വെച്ചൊക്കെയാണ്. അതിപ്പം വെന്ത് വന്നിട്ടുണ്ട്, നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മിക്സിയുടെ ചെറിയ ജാറെടുത്ത് ഇത് അതിലേക്കിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ചക്കക്കുരു അധികം വേവരുത്, വെന്താൽ കുഴഞ്ഞു പോകും. നമുക്കൊന്ന് പൊടിച്ചെടുക്കുമ്പോൾ ഇതുപോലെ ഇരിക്കണം. നമുക്കിനി അതിൽ തന്നെ കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കാം. ഒരു 4 അല്ലി വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. 1/4 ടീസ്പൂൺ ജീരകം, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, ഇത്രയും ഇട്ട് നമുക്കൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഇത് മാതിരി ഇരിക്കും. ഇനി നമുക്കൊരു പാത്രം വെച്ച് കൊടുത്ത് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് 1 ടേബിൾ സ്പൂൺ ഉഴുന്ന് പരിപ്പ് ഇട്ട് കൊടുക്കാം. ഞാൻ ഇവിടെ മുഴുവൻ ഉഴുന്നാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതിലേക്ക് നമുക്കിനി 4 പച്ചമുളക് നെടുകെ കീറി ഇട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം. നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച കൂട്ട് ഇതിലേക്കിട്ടൊന്ന് വറുത്തെടുക്കാം. ചക്കക്കുരു ഉപ്പിട്ട് വേവിച്ചതുകൊണ്ട് ഇതിലേക്ക് ഇനി ഉപ്പ് ചേർക്കേണ്ടതില്ല. ഇതൊന്ന് മൂത്ത് വരുമ്പോഴേക്കും നമുക്കിത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇത് തന്നെ നല്ല ടേസ്റ്റുള്ള കറിയാണ്. നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാൻ നന്നായിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പാത്രം തന്നെ വച്ചിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. അതിലേക്ക് കുറച്ച് ചുവന്ന ചീര അരിഞ്ഞു വെച്ചിട്ടുണ്ട്, അത് ചേർത്ത് കൊടുക്കാം. ചീരയ്ക്ക് പാകത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഇതൊന്ന് വെന്ത് വരുമ്പോഴേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ആ കൂട്ടും കൂടി ഇതിലേക്കിട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം. നല്ല ടേസ്റ്റാണ് ഈ കറി, എല്ലാവരും ചെയ്ത് നോക്കണം. ഇതൊന്ന് നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. നമ്മുടെ തോരൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനലിന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഓക്കെ, താങ്ക് യു.